പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ്സും. നമ്മൾ പൂന്താനത്തിൻ്റെ ജ്ഞാനപാന എന്ന കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ തുടർച്ചയാണ്. ഇനി വരികളുടെ വിശദീകരണത്തിലേക്കൊക്കെ നമുക്ക് പ്രവേശിക്കാം. ഇവിടെ നമുക്കറിയാം, കേരളത്തിലെ പ്രശസ്ത ഭക്തകവികളിൽ ഒരാളായിരുന്നു ആര്? പൂന്താനം അല്ലേ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു കൃതിയാണ് ജ്ഞാനപാന. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണ്, പാന പകർന്നു നൽകുക. അപ്പം അറിവ് പകർന്നു നൽകുക എന്നതാണ് ഈ ഒരു കൃതി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതും. അതിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ലളിതമായ ശൈലിയുടെയാണ് അദ്ദേഹം ആ കാര്യങ്ങളെ വിശദീകരിക്കുന്നതും. അതെങ്ങനെയാണ്? ഭാരതീയ ജീവിത ചിന്ത കുറിക്കുകൊള്ളുന്ന രീതിയിലേക്കാണ് ആ കവിതയിൽ അദ്ദേഹം ആ കാര്യങ്ങളെ ആവിഷ്കരിക്കുന്നതും. അപ്പം അതുതന്നെയാണ് ഈ ഒരു കൃതിയുടെ മേന്മ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതും. അപ്പോൾ ഐഹികങ്ങളായ പരമായിട്ടുള്ള ഈ ഒരു ഭ്രമങ്ങളെല്ലാം അത് വെറുതെയാണ്. നമ്മളിന്ന് കാട്ടിക്കൂട്ടുന്നതെല്ലാം വ്യർത്ഥമാണ്, വെറുതെയാണ്. അത് അർത്ഥശൂന്യതയും അതേപോലെ തന്നെ ആ ഭഗവത് സ്മരണത്തിൻ്റെ, ഈശ്വരനിലേക്കുള്ള ആ ഒരു മടങ്ങിപ്പോക്കിൻ്റെ പ്രാധാന്യമൊക്കെയാണ് കവി ഈ ഒരു കവിതയിലൂടെ വിഷയമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ജീവിത വിമർശനം ഇന്നത്തെ വായനക്കാരുടെ മനസ്സിലും എന്താണ് പ്രതിധ്വനിക്കാൻ പോന്നവയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി കവിതയിലെ വരികളിലേക്ക് നമുക്ക് വരാം. അപ്പം ആദ്യം തന്നെ എന്താണ്? ഒരു സംസാര വർണ്ണന എന്ന രീതിയിലേക്കാണ് തുടക്കം തന്നെ അല്ലേ? നമുക്ക് പഠിക്കാനുള്ള ആ ഭാഗങ്ങൾ ഇവിടെ മുതലാണ്. നമുക്കറിയാം, ജ്ഞാനപാന തുടങ്ങുന്നത് തന്നെ എന്താണ്? അത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ എന്ന് തുടങ്ങുന്ന ആ ഒരു രീതിയിലാണ് അല്ലേ? നമുക്ക് കവിത നമുക്കറിയാം, രാവിലെ അമ്പലങ്ങളിലൊക്കെ ഒരു ഹൈന്ദവ ഭക്തിയിൽ അധിഷ്ഠിതമായ രീതിയിലേക്ക്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ അമ്പലങ്ങളിൽ നിന്നെല്ലാം ഇത് കേട്ടുകൊണ്ട് ഉണരുന്ന ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ എങ്ങനെയാണ്? മനുഷ്യരെ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം വെറുതെയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ കവി ഇതിൽ പറയുകയാണ്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ, മത മത്സരം ചിന്തിച്ച് ചിന്തിച്ച് മതി കെട്ടു നടക്കുന്നിതു ചിലർ. അതുപോലെ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചി രാമനായാടുന്നിതു ചിലർ. പിന്നെ എങ്ങനെ വേറെ ആളുകളാ? കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ, ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്താണ്? കലഹിക്കുക, വഴക്കുണ്ടാക്കുക അല്ലെ? എവിടെയൊക്കെയാണ് നമുക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് കലഹിക്കുക? സമൂഹത്തിൽ. അത് രാഷ്ട്രീയമാവട്ടെ മറ്റേത് മേഖലയാവട്ടെ, അതിലെല്ലാം എനിക്ക് എൻ്റെ സ്ഥാനം വേണം എന്ന് പറഞ്ഞ് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം ശത്രുക്കളായി കലഹിച്ചുകൊണ്ട് അവര് ഇങ്ങനെ നാണം കെട്ട് നടക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. മതമത്സരം അല്ലേ? മതം, ബുദ്ധിഭ്രമം, ഇങ്ങനെ എന്താ പറയുക, മതമത്സര അഹങ്കാരം കൊണ്ട്, അഹങ്കാര ചിന്തകൾ കൂടിയത് കൊണ്ട് തന്നെ മതി കെടുക എന്ന് പറഞ്ഞ എന്താണ്? ബുദ്ധിഭ്രമം എന്താണ് സംഭവിച്ച് നടക്കുകയാണ് ഒരു കൂട്ടര്. പിന്നെ എങ്ങനെയാണ്? ചിലരെ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു അല്ലേ? നല്ല സ്ത്രീകൾ എവിടെയാണ്? വീടുകളിലാണ് പ്രവേശിക്കുക. പക്ഷെ ഇവിടെ സ്ത്രീകളുടെ വാക്കുകൾ കേട്ട് ചില ആളുകൾ എങ്ങനെ കുഞ്ചി രാമനായി ആടുന്നിതു ചിലർ. പിന്നെ അതുപോലെയോ, കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. അപ്പോൾ കോലകങ്ങളിലെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നിട്ട് അവർ തന്നെയാണ് ഏറ്റവും വലിയവർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗത്തെയും. പിന്നെ എങ്ങനെയാണ്? ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അപ്പോൾ ഒരു ജീവിതമാർഗം എന്ന നിലയ്ക്ക് അല്ലേ, ശാന്തി ചെയ്ത് ജീവിതം പുലർത്തുന്ന ഒരു വിഭാഗത്തെയും കാണാം എന്നാണ് കവി പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ. ഇനി അടുത്ത വരിയിൽ വേറെ ആളുകൾ എങ്ങനെയാണ്? അമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും അല്ലേ ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. വീട്ടിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നടക്കുകയാണ് മറ്റു ചിലര്. അതുപോലെ തന്നെ എങ്ങനെയാണ്? സംരക്ഷിക്കപ്പെടേണ്ടവരാണ് അല്ലേ?
അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും മകനാൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെയുള്ളവർക്ക് പോലും എന്താണ്, ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. പിന്നെയോ അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. താലി കെട്ടി അല്ലേ, അഗ്നിയെ സാക്ഷിയാക്കി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പത്നി ഭാര്യയാണ്. ആ ഭാര്യയെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് നോക്കാൻ പോലും സമയം കിട്ടാത്ത മറ്റൊരു കൂട്ടരെയും, ഇനിയോ സത്തുക്കൾ കണ്ട് ശിക്ഷിച്ചു ചെല്ലുമ്പോൾ, ഇപ്പം നല്ല ആളുകൾ, സത്തുക്കൾ എന്ന് പറയുമ്പോൾ പണ്ഡിതൻ, അറിവുള്ള ആളുകൾ, അതിനെ കണ്ടിട്ട് അതിനെ ശാസിച്ചു ചെല്ലുന്ന സമയത്ത് എന്താണ്, ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. അപ്പൊ അവരുടെ തെറ്റ് കണ്ടാൽ അത് തിരുത്തി കൊടുക്കുന്ന സൽക്കർമ്മികൾ, അതിനെ തിരുത്തി കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് ആ സൽക്കർമ്മികളെ എങ്ങനെയാണ് അവർ കാണുന്നത്, ശത്രുക്കളെ പോലെ കാണുക. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചെത്രേ പറയുന്നിതു ചിലർ. വന്ദിതന്മാരെ, ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ കാണുന്ന സമയത്ത് അവരെ എന്താണ്, അപമാനിച്ചുകൊണ്ടാണ് മറ്റു ചിലര് സംസാരിക്കുന്നത്. കാണുക, നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പെന്നും ചിലർ. അപ്പോൾ ചില ആളുകളുടെ ധാരണ എന്താണ്, അവരുടെ ഈ കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ഈ പ്രവൃത്തിയും എല്ലാം കൊണ്ടാണ് വിശ്വം, ഈ ലോകം തന്നെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അവര് ചിന്തിക്കുകയാണ്. ഇനിയോ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊവ എന്നും ചിലർ. അപ്പൊ ചിലരെന്താണ്, ബ്രാഹ്മണ്യം കൊണ്ട് ഇങ്ങനെ അവരുടെ അഹന്ത ചിന്തയിലേക്ക് വന്ന് ബ്രഹ്മാവ് പോലും അവർക്ക് താഴെയാണ് എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ മനസ്സിലേക്ക് വരുന്ന അഹങ്കാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ബ്രഹ്മാവിനെ, ഈശ്വരനിലേക്കാളും മുകളിലാണ് അവരെന്ന ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ കുടികൊള്ളുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതും. ഇനിയോ അർത്ഥാശയ്ക്ക് വിരുത് വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. അർത്ഥം ധനം കൂടുതലാവാൻ വേണ്ടിയിട്ട് ചില ആളുകൾ എന്താണ്, അഗ്നിഹോത്രാദി ചെയ്യുക. അഗ്നിഹോത്രാദി എന്ന് പറയുന്നത് എന്താണ്, വീട്ടിലെ പൂജാകർമ്മങ്ങൾ അല്ലെ, ഹോമങ്ങളൊക്കെ ചെയ്യിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, പണം ഇരട്ടിക്കാൻ അല്ലെങ്കിൽ ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. ഇനി ചില ആളുകളോ സ്വർണം, രത്നങ്ങള് ഇതെല്ലാം വിറ്റ് കാശാക്കുന്നു. മത്തേപം കൊണ്ട് കച്ചവടം ചെയ്തും അല്ലേ, എന്നിട്ടോ ഉത്തമ ഉരകങ്ങൾ അതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ട് എത്ര നേടുന്നിതർത്ഥം ശിവ. ആനയെ കൊണ്ട് കച്ചവടം ചെയ്യുന്നു, പിന്നെ അത് കിട്ടുന്ന പണം കൊണ്ട് കുതിരയെ വാങ്ങിയിട്ടും, അങ്ങനെ എന്തിൽ നിന്നാണോ പണം കിട്ടുന്നത് അത് വിറ്റ് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പോരാഞ്ഞിട്ടോ അത്രയുമല്ല കപ്പൽ വെപ്പിക്കുകയാണ്, പിന്നെ ഒരു കപ്പല് പണയിപ്പിച്ചിട്ട് അതും വിൽക്കുന്നു, എന്നിട്ട് അതിൽ നിന്നും ധനം സമ്പാദിക്കുന്നു. ശിവ, എന്തൊരു കഷ്ടം അല്ലേ. മനുഷ്യന്റെ ധനത്തിനോടുള്ള ആ ഒരു ധനാർത്ഥിയെ കൂടിയാണ് കവി ഇവിടെ വിമർശിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ പണമൊക്കെ എന്ന് പറയുന്നത് എന്താണ്, അത് ഇന്ന് വന്ന് നാളെ പോകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് ഏത് പ്രവൃത്തിയും ചെയ്യുന്ന മനുഷ്യന്റെ ആ ഒരു വൃത്തികെട്ട ആ ഒരു സ്വഭാവത്തെ കൂടിയാണ്, ആ ആർത്തിയെ കൂടിയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നതും. ഇനി വൃത്തിയും കെട്ടു ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. ഇങ്ങനെ ധനത്തിന്റെ പിറകെ പോകുന്നവർക്ക് സ്വന്തം കാര്യങ്ങൾ പോലും, ശാരീരിക ശുദ്ധി പോലും വരുത്താനാവാതെ അങ്ങനെ നശിച്ചു പോകുന്നതും കുറേ ആളുകളുണ്ട്. അതുപോലെ അർത്ഥം എത്ര വളരെയുണ്ടായാലും, ധനം എത്ര തന്നെ കൂടിയാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. ഒരിക്കലും മനുഷ്യന്റെ മനസ്സ് തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ അവരുടെ ആ മനസ്സിലെ ആഗ്രഹങ്ങൾ, ധനത്തിനോടുള്ള അടങ്ങാത്ത ആശ, ആ ഒരു കാര്യം ഇങ്ങനെ കൂടിക്കൊണ്ടേ വരും. ഈ വരി യൂണിവേഴ്സിറ്റി എക്സാമിന് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, സ്വയം വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇനി എങ്ങനെയാണ്, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ
സഹസ്രം മതിയെന്നും. എങ്ങനെയാണ്? മനുഷ്യനൊരു 10 രൂപ കയ്യിലേക്ക് വന്നാൽ അത് 100 രൂപയായിരുന്നെങ്കിൽ, ഇനിയോ 100 കിട്ടിയവനാണെങ്കിലോ ഇത് കുറഞ്ഞ് ഒരു 1000 ആയിരുന്നെങ്കിൽ, അങ്ങനെ 1000 പിന്നെന്താണ് 10000. ഇങ്ങനെ മനുഷ്യൻ്റെ ധനത്തിനോടുള്ള ആ ദുരാഗ്രഹങ്ങൾ കൂടിക്കൂടി വരുന്ന ആ ഒരു അവസ്ഥയെയാണ് കവി അവിടെ പറയുന്നതും. ഇനി എങ്ങനെയാണ്? 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും. ഇപ്പോൾ 1000 പണം കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് മറ്റുള്ളത് ചെയ്യാമെന്നുള്ളത് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. ഇനിയോ ആശയായുള്ള പാശമതിങ്കയെന്നു അല്ലേ? അപ്പോൾ ആശയായിട്ടുള്ള, ആഗ്രഹമായിട്ടുള്ള പാശം, കയറാണല്ലേ? ആശയായിട്ടുള്ള പാശമതിങ്കെ എന്ന വേറിടാതെ കരേറുന്നു മേൽക്കുമേൽ. അതിങ്ങനെ കെട്ടുപിണഞ്ഞ് മേൽക്കുമേൽ വർദ്ധിച്ച് വരികയാണ്. സത്തുക്കൾ ചെന്നിരന്നാൽ ആ അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ. അപ്പൊ സജ്ജനങ്ങൾ, സത്തുക്കൾ സജ്ജനങ്ങൾ ചെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ അർത്ഥത്തിൽ, ആ ധനത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രം കൊടുക്കും ചില ദുഷ്ടന്മാർ. ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാൻ ഒരുത്തർക്കും. അപ്പോൾ ഇത്രയും ധനമൊക്കെ സമ്പാദിച്ചാലും നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് ചിലർക്ക് എന്താണ്, സ്വന്തം വസ്ത്രം പോലും കൊണ്ടുപോവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. പശ്ചാത്താപം ഒരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും എന്താണ്, പശ്ചാത്താപം അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല. എന്നിട്ട് ആ വിശ്വാസപാതകത്തെ, അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് അവർ ചിന്തിക്കുക. വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി. വിത്തം മനസ്സാണ്. അപ്പൊ വിത്തത്തിൽ ആശ പറ്റുക, ആഗ്രഹങ്ങൾ വന്നുകൂടുന്നത് ഹേതു, കാരണമായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. അപ്പൊ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒന്നൊന്നായി മനസ്സിലേക്ക് കരയേറി അല്ലെങ്കിൽ കയറിക്കൂടുന്നത് കൊണ്ട് സത്യത്തെ ഒഴിവാക്കുകയാണ്, ത്യജിക്കുകയാണ് ചില ആളുകൾ ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ കവി പറയുന്നതും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധനത്തിനോടുള്ള ദുരാഗ്രഹത്തെക്കുറിച്ചും മനുഷ്യർ തമ്മിലുള്ള കലഹങ്ങളെക്കുറിച്ചും അങ്ങനെ അതിനെയൊക്കെ രൂക്ഷമായിട്ടുള്ള ഒരു സാമൂഹിക വിമർശനം എന്ന രീതിയിലേക്കാണ് കവി ഇതിൽ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.